ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നലെ ഞായറാഴ്ച ആയപ്പോൾ വൈഫിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നിട്ടാ. അവരുടെ വീട് വലപ്പാടാണ്. അപ്പോൾ കുട്ടികൾക്കൊരാഗ്രഹം ബീച്ച് കാണാൻ പോകണമെന്ന്. കാരണം അവളെ ചേച്ചിയുടെ മക്കളും എല്ലാവരും ഉണ്ടായി അവിടെ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്ത്, പിള്ളേരെ ആഗ്രഹമല്ലേ എന്ന് വെച്ച് നമുക്ക് ബീച്ച് കാണാൻ പോകാമെന്ന് വെച്ച്. പേടിയാണ് ശരിക്കും പിള്ളേരെ കൊണ്ട് ബീച്ചിൽ പോകാനായിട്ട്. കാരണം പിള്ളേർ കടപ്പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് അറിയില്ലല്ലോ അതിൻ്റെ ആഴം എന്തോരം ഉണ്ടെന്നുള്ളത്. പിന്നാൾ തന്നെ എന്തോ അപകടങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലെത്തി നല്ല രസം കേട്ടോ അവിടെ കാണാനായിട്ട്. അധികം ആൾക്കാരുണ്ടായില്ല, എന്നാലും ആ ഭാഗമൊക്കെ നല്ല ഇതായിട്ട് കിടക്കായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് വേറെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ തെക്ക് ഭാഗത്ത് കുറേ ആൾക്കാർ കുളിക്കണം പിടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയിൽ പോകാൻ നിൽക്കണ്ട, കാരണം പിള്ളേർ അവിടെ ഇങ്ങോട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കാണില്ലല്ലോ എവിടേക്കാണ് പോയെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ പിള്ളേർ കടലിലൊക്കെ ഇറങ്ങി ശാന്തമായിട്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. കടൽ തരാട്ട വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. പണ്ടൊക്കെ നമുക്ക് കടലിലിറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കൂട്ടുകാരൊക്കെ ആയിട്ട് പോയിട്ട് ഇറങ്ങാറുണ്ട്. പിന്നെ അങ്ങനെ പോകും, കടലിലൊക്കെ പോയി കടപ്പുറത്ത് പോകും. പക്ഷെ കടലിൽ ഇറങ്ങാൻ പേടിയാണ്. ചിലർ കാണാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീന്തണത് കാണാറുണ്ട് കേട്ടോ. പിന്നെ മോന് ഭയങ്കര പേടിയായിട്ട് അവൻ അടുത്തേക്കൊന്നും വരണമൊന്നുമില്ല. അവനിപ്പോൾ ഇന്നാൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഞങ്ങൾ പോയപ്പോൾ അവൻ കടലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇറങ്ങാൻ അവൻ എന്താണോ പേടി. പറയുമ്പോൾ കടൽ തരം അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള തരം ആയിരുന്നില്ല. നല്ല ഇതായി വന്ന തരയാണ് ആർക്കും. പിന്നെ എന്താണ് അവന് ഭയങ്കര പേടി. ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല കേട്ടോ അവനെ. അപ്പോൾ അങ്ങനെ ഒറ്റക്ക് കരയിലിരുന്ന്. പിന്നെ ഇവിടെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന്മാർ വന്ന് അവരൊക്കെ വന്നതോടുകൂടി നല്ല എൻജോയ്മെൻ്റായി. പിന്നെ ഞാനിങ്ങനെ ഇറങ്ങി, എന്നാലും അധികം ഇറങ്ങാൻ നിന്നില്ല കേട്ടാ. അങ്ങനെ മോനന്ന് അവർ എടുത്തുകൊണ്ട് വന്നായിരിക്കും മോൻ തിരിച്ച് ഓടിക്കളഞ്ഞ് അവൻ. അവിടെ ഫോണും പിടിച്ചിരിക്കുകയാണ്. പിള്ളേരെ ഫോണും പിടിച്ച് ചേട്ടന്മാരെ ഫോൺ പിടിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ 7 മണി 7 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നു. കാരണം വെച്ചാൽ പിന്നെ രാത്രിയായില്ല, പിന്നെ പിള്ളേരെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പോന്നു. എല്ലാവരും കാറി കയറി ഒക്കെ നനഞ്ഞ് ആകെ മണ്ണും ഇതൊക്കെ ആയതാണ്. എന്നാൽ കുഴപ്പമില്ല, ഒക്കെ തന്നെ കാറി കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ വല്ല ചായ കുടിക്കാൻ പോകാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ ബീച്ചിൽ ചായക്കട ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് എന്തായാലും